മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബുധനാഴ്ച. അപ്പൊ നമുക്ക് ഇന്ന് കുക്കിംഗ് ടിപ്സ് ആണ് നോക്കേണ്ടത് അല്ലെ. ബേസിക് കുക്കിംഗ് ടിപ്സിൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ അധികം നാള്, അതായത് 6 മാസത്തിലധികം നമുക്ക് എങ്ങനെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ആക്കി സൂക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണ്, അതല്ലാന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം നിങ്ങൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇഞ്ചി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇളയ ഇഞ്ചി തന്നെ നോക്കി വാങ്ങിക്കണം. അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ തൊലി കളയേണ്ടി വരത്തില്ല. ഇളയ ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ ഈ തൊലിയുടെ അടിയിലാണ് ഇതിന്റെ ഫ്ലേവേഴ്സ് മുഴുവൻ ഇരിക്കുന്നത്. അപ്പൊ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അധികം ഗുണമുള്ള ഇഞ്ചിയുടെ പേസ്റ്റ് ആയിരിക്കില്ല നമ്മൾ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. അപ്പൊ ഇളയ ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. നല്ലതുപോലെ വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിപ്പോ നല്ല മൂത്ത ഇഞ്ചിയാണ് കേട്ടോ. ഇനി നമ്മൾ തൊലി കളയണം എങ്ങനെയാന്ന് നോക്കാം. തൊലി കളയുമ്പോഴത്തേക്കും ഒരിക്കലും വെജിറ്റബിൾ പീലർ വെച്ചിട്ട് തൊലി കളയരുത്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി കളഞ്ഞാൽ മാത്രം മതി. കണ്ടോ, ഇങ്ങനെ ചുരണ്ടി കളഞ്ഞാൽ മതി. അപ്പൊ വളരെ വേഗത്തിൽ കളയുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് തൊലി കളയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫ്ലേവേഴ്സ് മുഴുവനും ഈ തൊലിയുടെ അടിയിലാണ്. അപ്പൊ അത് കാരണം ഇങ്ങനെ പതുക്കെ ചുരണ്ടി കളഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും വെജിറ്റബിൾ പീലർ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കരുതെന്ന്. ഇനി വെളുത്തുള്ളി എങ്ങനെയാണ് വേഗത്തിൽ തൊലി കളയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വേരൊക്കെയുള്ള ഭാഗമില്ലേ, ആ ഭാഗത്ത് ഒരു ഇടികല്ല് കൊണ്ട് നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഇടിച്ചു കഴിയുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ തൊലി കളയാൻ പറ്റും. കണ്ടോ, ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കാം. ഇതിലേക്ക് ഈ അല്ലികളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നന്നായിട്ട് അടപ്പ് കൊണ്ട് അടയ്ക്കുക, നല്ല ടൈറ്റ് ആക്കി കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഹോളിഡേയ്സിലാണ് ചെയ്യണേന്നുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവും വീട്ടിൽ, അവരുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് ഇത് 1 മിനിറ്റ് വരെ നന്നായിട്ട് ഷേക്ക് ചെയ്യാൻ പറയുക. അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷമാകും ഇത് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഇത് ഹാഫ് ബോട്ടിൽ വരെ നമുക്ക് നിറയ്ക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് 1 മിനിറ്റ് വരെ ഇത് ഷേക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനും പറ്റും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഇനി പച്ചമുളക് ചില സമയങ്ങളിൽ നമുക്ക് വളരെ വിലക്കുറവിന് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആ സമയത്ത് കുറച്ച് ബൾക്കായിട്ട് വാങ്ങിക്കുക, എന്നിട്ട് പേസ്റ്റ് ആക്കി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അടുക്കള തോട്ടമുള്ളവരുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കുറച്ച് കൂടുതൽ നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ പച്ചമുളക് കിട്ടും. അങ്ങനെയാണെങ്കിലും ഇതുപോലെ തന്നെ പേസ്റ്റ് ആക്കി വെക്കുകയാണെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് പേസ്റ്റ് ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം 1/2 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഇഞ്ചി, 1/2 കപ്പ് വെളുത്തുള്ളി, പിന്നെ 1/2 കപ്പ് പച്ചമുളക്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വീട്ടിലെ ബാക്കിയുള്ള പണികളെല്ലാം ഒതുക്കിയതിന് ശേഷം മാത്രമേ ഈ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇറങ്ങിത്തിരിക്കാവുള്ളൂ കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാകാൻ പാടില്ല. മിക്സിയിലായിക്കോട്ടെ, പിന്നെ കട്ടിംഗ് ബോർഡിലായിക്കോട്ടെ, അതുപോലെ തന്നെ മിക്സിയുടെ ജാറിന്റെ ലിഡിന്റെ അകത്തൊക്കെ ആണെങ്കിലും ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല. വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ 6 മാസം ഇരിക്കില്ല, അത് പെട്ടെന്ന് തന്നെ കേടായി പോകും. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് ഞാൻ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഉപ്പും അതുപോലെ തന്നെ ഒലീവ് ഓയിലുമാണ്. അപ്പൊ ഒലീവ് ഓയിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒലീവ് ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, അത്രയേ ഉള്ളൂ. അപ്പൊ ഒലീവ് ഓയിലാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നോ ഒന്ന് ചെക്ക് ചെയ്യുക. അത് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒലീവ് ഓയിൽ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പേസ്റ്റിലേക്കും 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ 6 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ചൂടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരുപാട് നാളെ ഈ പേസ്റ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചൂടാക്കാതെയാണ് ഉപ്പ് ചേർക്കണേന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വെള്ളം ഊറി വരും. അങ്ങനെ ഈ പേസ്റ്റ് എല്ലാം കേടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുണ്ടാകാതിരിക്കാനാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുന്നത് ഉപ്പ്. ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പാൻ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒലീവ് ഓയിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം.
അപ്പോൾ 3 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേസ്റ്റിലേക്കും ഓരോരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പും എണ്ണയും ഇവിടെ ഇരുന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പൊ ഞാൻ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും പിന്നെ 2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയല്ലേ ഉപയോഗിച്ചത്. അപ്പൊ ഈ മിക്സിയിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ എനിക്ക് അരയ്ക്കാൻ പറ്റി. ഇനി എല്ലാ മിക്സിയിലും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ അരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോ ഞാൻ ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. ഞാൻ മിക്സിയുടെ ക്യാൻ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാവോ? ചില ഡിഷസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയുടെ പേസ്റ്റ് മാത്രം മതിയായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗാർലിക്കിന്റെ പേസ്റ്റ് മാത്രം മതിയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇരട്ടിപ്പണി ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അരച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തുടച്ചെടുത്തിരിക്കുന്ന ക്യാനിലേക്ക് നമുക്ക് ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ വെളുത്തുള്ളിയുടെ പേസ്റ്റും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതും ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാൻ പോവാണ്. വീണ്ടും ക്യാനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകിന്റെ പേസ്റ്റ് ഉണ്ടാക്കാം. പച്ചമുളകിന്റെ പേസ്റ്റ് തയ്യാറാക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഉപ്പും എണ്ണയും ചേർത്ത് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ തുറന്നിട്ട് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് തുമ്മാനുള്ള ടെൻഡൻസി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എണ്ണയും ചേർത്ത് കൊടുക്കാം. എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. പച്ചമുളകിന്റെ പേസ്റ്റ് ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. 2-3 മിനിറ്റിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ആ സ്മെല്ല് അങ്ങ് നമ്മുടെ മുഖത്തേക്ക് അടിച്ചു കയറും. അത് വേണ്ട. അപ്പൊ അതിവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ ഓരോ പേസ്റ്റും ഓരോ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഡിഷസിന് ഉപ്പിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം വീണ്ടും കറിയിലേക്ക് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിപ്പോ ചെറിയ ബോട്ടിലല്ലേ, 100 ml ബോട്ടിലാണ്. ഇതിപ്പോ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഇതുപോലെ ചെറിയ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ബാലൻസ് ഉള്ളത് നിങ്ങൾ ഫ്രീസറിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ഇത്രയൊക്കെയുള്ളൂ എനിക്കറിയാവുന്ന ടിപ്പുകൾ ഇതിൻ്റെ അകത്ത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു ബേസിക് കുക്കിംഗ് ടിപ്പുമായിട്ട് അടുത്ത ബുധനാഴ്ച കാണാം. താങ്ക്